ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി ഉണ്ടല്ലോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത്. ആ പുട്ടുപൊടിനേക്കാളും നല്ല ടേസ്റ്റുള്ള പുട്ടുപൊടി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ശരിക്കും ഇത് എല്ലാവരും ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ല മണമാണ്, നല്ല ടേസ്റ്റുമാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്കൊരു 3.5 കിലോ മട്ടരിയും 1.5 കിലോ പച്ചരിയും ചേർത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം. അതിനുശേഷം നമ്മൾ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കാൻ കൊടുക്കുമ്പോൾ ഇത് പുട്ടുതരിയായിട്ടാണ് പൊടിക്കുക. അത് പൊടിച്ച് വറുത്തതിന് ശേഷം ഒരു ചെറിയ കപ്പ് പൊടി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള അരിപ്പൊടി അതിൻ്റെ തരി ഒന്ന് നന്നായി കുറച്ച് തരാൻ പറയണം. നല്ല നൈസാക്കരുത്, ചെറിയൊരു തരിയായിട്ട്. അതിലേക്ക് പിന്നെ നമ്മൾ മാറ്റി വെച്ച പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് പുട്ടുപൊടിയാക്കി മാറ്റാം. ഏതാണ്ട് ഇതേപോലെ തരി തരിയായിട്ടാണ് കിട്ടുക കേട്ടോ. ഇതിൽ നമ്മൾ സാധാരണ സ്റ്റീംഡ് പുട്ടുപൊടി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യണത് അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമുക്ക് കുഴയ്ക്കാം. കുറച്ചൊരു 5 മിനിറ്റ് കുതിരാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഉലർന്നു വരും. പിന്നെ അത് നന്നായി വറുത്തിട്ടുണ്ടെങ്കിലാണ് ശരിക്ക് അതേ പാകത്തിന് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിന്ന് രാത്രിക്ക് വേറെ ഫുഡൊന്നും ഉണ്ടാക്കണില്ല, അപ്പോൾ വീഡിയോ എടുക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് കാണിച്ചു തരാൻ. അതേപോലെ വേറെ ഭക്ഷണം ഉണ്ടാക്കണ്ടല്ലോ, അപ്പോൾ ഇത് തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് നെയ്യിലൊക്കെ വറുത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കുറച്ച് പാലും വെള്ളം ഒഴിച്ചിട്ട് പൊടിയും നനച്ചു. എന്നിട്ട് അതും കൂടെ മിക്സ് ആക്കിയിട്ട് പിന്നെ ഇപ്പോൾ പുട്ടാക്കുകയാണ് ചെയ്തത്. ശരിക്കും ഇത് നല്ല ടേസ്റ്റാണ്. നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ കടയിൽ നിന്ന് നമ്മൾ വേറെ മേടിക്കില്ല കേട്ടോ, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ.